എനിക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും വന്നു. പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആവുന്നില്ല, പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആവുന്ന സമയത്ത് ആക്ടേഴ്സിന് ഡേറ്റ് അവൈലബിൾ അല്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാറുകൾക്ക് വേണ്ടി പലതരം കഥാപാത്രങ്ങൾ എഴുതാനും കഥകൾ എഴുതാനും ഇവിടെ റൈറ്റേഴ്സ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും. മലയാളത്തിൽ ഇനി സിനിമകൾ കിട്ടണം കേട്ടോ. അല്ല, എന്നാലും കമ്പയർ ചെയ്ത് പറയാൻ പറഞ്ഞോട്ട് പറഞ്ഞതാ. ഒരു സന്തോഷം ഇതൊക്കെ അത് മലയാളത്തിലല്ലേ കിട്ടും. ശരിക്കും പറഞ്ഞാൽ തമിഴ് അറിയില്ല, അതുകൊണ്ടാണ് നമ്മുടെ ലാംഗ്വേജ് ചെയ്യുമ്പോൾ കംഫർട്ട്. തമിഴ് അറിയാം. രാവണപ്രഭു എന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ മാനേജർ വിളിച്ചതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കേണ്ടി വന്നു. 7 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ എന്നെ കണ്ട പക്ഷെ അമ്മ തന്നെ അമ്മ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. കാരണം ഈ സ്കിന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ്. പിന്നെ ഫൈനലി ലൈറ്റപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തൻ്റെ നെയിം ബോർഡ് അവിടെ പോയി അങ്ങോട്ട് മാറിയേക്കാൻ പറഞ്ഞു. എനിക്ക് സങ്കടം വന്നിട്ടേ, കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യാണ്. കരച്ചിലിൻ്റെ വക്കിൽ എൻ്റെ മുഖം നിൽക്കണം കേട്ടോ. എൻ്റെ മുഖം കണ്ടിട്ടാന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, മാഡം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്, അമ്മോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നത്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഷോട്ടിൽ നിർത്താൻ. നമസ്കാരം, കേരള ന്യൂസ് ഇൻ്റർനാഷണലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജൂലൈ 5 റിലീസ് ചെയ്യുന്ന കുരുക്ക് എന്ന മൂവിയിലെ ഡയറക്ടറും അതിലെ അഭിനേതാക്കളുമാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ മൂവിയെ പറ്റി ഡയറക്ടർ അഭിജിത്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് കുരുക്ക്? കുരുക്ക് എന്ന് പറയുന്നത് ആ പേരിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുരുക്കഴിച്ചാണ് നമ്മുടെ സിനിമയിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ ഒരു കേസ് തെളിയിക്കുന്നത്. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ആ സിനിമയ്ക്ക് കുരുക്ക് എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ടോട്ടലി ഒരു ദിവസം ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമാണ് ഈ പറഞ്ഞ സബ്ജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അനിൽ ആൻറ്റോ എന്ന് പറയുന്ന നമ്മുടെ ആക്ടറാണ് അതിൽ സാജൻ ഫിലിപ്പ് എന്ന് പറയുന്നിട്ട് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ടോട്ടലി തിരുവനന്തപുരത്താണ് നമ്മൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി വരുന്ന ജൂലൈ 5 അത് റിലീസിലേക്ക് എത്തുകയാണ്. ഇതിൽ നായകവേഷം ചെയ്തിരിക്കുന്ന അനിൽ ആൻറ്റോട് തന്നെ ചോദിക്കാം, എന്താണ് മൂവി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ കരിയറിൻ്റെ ഈ സ്റ്റേജിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു പോലീസ് ലീഡ് റോള്. അതൊരു യൂഷ്വൽ പോലീസ് സിനിമകളിലെ ഒരു ഹീറോയിസമുള്ള പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഒന്നുമല്ല. കുറച്ച് ഇൻ്റലിജൻ്റായിട്ട് ബ്രില്യൻ്റായിട്ട് വളരെ കൺട്രോൾഡ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണത്. പിന്നെ ക്യാരക്ടറിൻ്റെ ഏജ് തന്നെ ഒരു 40+ ആണ്. അപ്പോൾ ഒരു ചാലഞ്ചിങ്, എൻ്റെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ ചാലഞ്ചിങ് ആണ്. പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു. അപ്പോൾ ഞാൻ റിയലി വളരെയധികം എൻജോയ് ചെയ്തൊരു മൂവിയാണ്. കാരണം ഞങ്ങളെല്ലാവരും ഒരു സെയിം പേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഇല്ലായിരുന്നു. അതെ, ചെറുപ്പക്കാരിൽ ഏറ്റവും ചെറുപ്പം ഞാനാണ്. അല്ല, എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ യങ്ങാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരു അപ്കമിങ് സ്റ്റേജിൽ നിൽക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻസ് നമുക്കില്ല, ഒരു സ്റ്റാർഡം ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു സീനിയർ ടെക്നീഷ്യൻ ഡിഫറൻസോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ മൂവിക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റും സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അത് സിനിമയിലും വളരെ ക്ലാരിറ്റിയോടുകൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന കുരുക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്ന കുറേ ഇവൻസിൻ്റെ ഒരു സീരീസ് ഓഫ് ഇവൻസാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. പക്ഷെ അതൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന മീരയാണ്. മൂവിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അഭിജിത്തേട്ടൻ ഓൾറെഡി എന്താണ് മൂവി എന്നുള്ളത് പറഞ്ഞു. ഞാനിതിൽ ഒരു വളരെ നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ക്യാരക്ടറിൻ്റെ പേര് അഞ്ജലി എന്നാണ്. മെച്യൂർ ആയിട്ടുള്ള ഒരു ഫാമിലി ലീഡ് ചെയ്തു പോകുന്ന ഒരു സിമ്പിൾ ബട്ട് യെറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അഞ്ജലി എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഫൺ. കാരണം ഈ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് ദ ക്രൂവും സെയിം ഏജ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇറ്റ് വാസ് ഫൺ ഓൾ ടുഗെദർ. മൂവിയിൽ മറ്റൊരു പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്രീജിത്താണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത്? ഈ മൂവിയിൽ എങ്ങനെയുണ്ടായിരുന്നു ഒരു ത്രില്ലർ ചെയ്യുമ്പോൾ? ഞാൻ ഇതിനു മുമ്പ് മിനി സ്ക്രീനിൽ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ബിഗ് സ്ക്രീനിൽ യൂണിഫോം ഇട്ടൊരു പോലീസ് സ്റ്റേഷൻ ആദ്യമാണ്. ഇതിനു മുമ്പ് ചെയ്ത തെലുഗു ഒരു മൂവിയിലെ ഒരു CBI ഓഫീസറായിരുന്നു. പക്ഷെ അത് കൂടുതലും സിവിൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു യൂണിഫോം ഇട്ടൊരു പോലീസ് ക്യാരക്ടർ ബിഗ് സ്ക്രീനിൽ വരുന്നത് ഇതാദ്യമാണ്. SI അനിൽ അനിരുദ്ധ് എന്ന് പറയുന്ന CI സാജൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
ഒരു ന്യൂലി റിക്രൂട്ടഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, ഒരു യങ് എന്തൂസിയാസ്റ്റിക്, അതിൻ്റെ എല്ലാ തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റും ഓവർ എന്തൂസിയാസം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഒരു പുതുമുഖ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടൊരു മൂവി ചെയ്യുന്ന സമയത്ത് ഒരുപാട് റിസ്കുകൾ ഏറ്റെടുത്തോണ്ടായിരിക്കും ഒരു മൂവി ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഒരു പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ മൂവി എടുക്കാനായിട്ട് ഉണ്ടാക്കിയ ആ ഒരു എടുത്ത റിസ്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പം പറഞ്ഞ പോലെ തന്നെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യണമെന്നുള്ള രീതിയിലല്ല ഈ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും സ്വപ്നം കാണാൻ പറ്റുന്ന ഏറ്റവും അങ്ങേയറ്റം കണ്ടിട്ടായിരിക്കും നമ്മൾ ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഞാനും എഴുതുന്ന സമയത്ത് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും വന്നു. പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആവുന്നില്ല, പ്രൊഡ്യൂസേഴ്സ് വില്ലിങ് ആവുന്ന സമയത്ത് ആക്ടേഴ്സിന് ഡേറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒന്നുകിൽ ഈ പറയും പോലെ പുതിയൊരാളെ വെച്ചിട്ട് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡ് വിട്ടിട്ട് വേറൊരു പ്രൊഫഷനിലേക്ക് പോവുക എന്നുള്ളൊരു ഓപ്ഷൻസാണ് എനിക്കുണ്ടായത്. ഈ രണ്ട് ഓപ്ഷനാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് എന്നെ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ട് വരികയും ഞാൻ ആ സമയത്ത് അപ്രോച്ച് ചെയ്തിട്ടുള്ള അനിൽ ആൻഡോയും അതുപോലെ ബാക്കി ആർട്ടിസ്റ്റുകളും നമുക്ക് ഈ സമയത്തേക്ക് അവൈലബിൾ ആവുകയും അവർ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വരികയും ചെയ്തതാണ് എനിക്ക് ഈ ഒരു റിസ്ക് എടുക്കാനായിട്ട് എന്നെ കൂടുതലും പ്രേരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് പുതിയൊരു ആൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് സജഷൻസ് ഉണ്ടാകും, നല്ലതായിരിക്കാം ചിലപ്പോൾ. പക്ഷേ പുതിയൊരാളെന്നുള്ള രീതിയിൽ നമ്മുടെ ലിമിറ്റേഷൻസ് ഈ പറയും പോലെ, അപ്പോൾ ആ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് അവരൊരുപോലെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് എങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റും, അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഭാഗത്ത് നിൽക്കുള്ളൂ. അപ്പം അതെല്ലാം എനിക്ക് ഈ സിനിമയിൽ മറികടക്കാൻ പറ്റി. നമ്മുടെ പറയുന്ന കേൾക്കുന്ന ആളാണ് എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള രീതിയിലല്ല. ഞാൻ അവരുടെ സജഷൻസ് ചോദിക്കും, ഇന്ന സാധനം ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു ക്രൂഷ്യൽ സീൻ വന്നിട്ട് ഞാൻ മീരയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് മീരയുടെ സൈഡിൽ നിന്നൊരു സാധനം മീര ചെയ്തു. ഞാൻ പറയാം മീരയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു വെർഷൻ അടുത്തൊരു സാധനം എനിക്കിതും കൂടെ ഒന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് അവരതിൻ്റെ ആ കാര്യം ചെയ്യാനും വില്ലിങ്ങാണ്. അത് ചിലപ്പോൾ ഒരു പുതിയ ആൾ ഒരു ഡയറക്ടർ വന്നിട്ട് ഒരു നോൺ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയല്ല, എന്താ ഇത് കുഴപ്പമില്ലേ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പം ചോദിക്കാമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവരെല്ലാം എൻ്റെ വിളിപ്പുറത്ത് ഉണ്ട്. ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞതിനാൽ പോലും ഇന്ന് രാവിലെ അവർ അവൈലബിൾ ആണ്. അതൊക്കെ എനിക്ക് പുതിയ ആൾക്കാരായതുകൊണ്ട് പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഞാൻ ഹാപ്പിയാണ് സത്യം പറഞ്ഞു. ആദ്യമായിട്ട് ഒരു മൂവി ചെയ്യാണല്ലോ, എന്തുകൊണ്ടാണ് ഒരു ത്രില്ലർ തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് മറ്റേ ഈ പറഞ്ഞ എല്ലാവരും ചെയ്യും പോലെ നന്മമരം കളിച്ച് വരുമായിരുന്നു. അപ്പോൾ നന്മമരം കളിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നന്മ കൂടിപ്പോയി. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങിയിട്ട് നന്മ മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഉടായിപ്പെല്ലാം ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ നന്മ ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ തന്നെ ഈ പറഞ്ഞ ആടലോടെ എന്ന് പറഞ്ഞ ടീം വന്നു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കുറേ ഉടായ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അടുത്ത് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഞാൻ വേറെ രീതിയിൽ മാറ്റി ചെയ്യാൻ ട്രൈ ചെയ്തു. അപ്പോൾ അതിൽ കോമഡി വന്നിട്ടുണ്ടായിരുന്നു, സീരിയസ് സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസിന് മുകളിൽ ഞാൻ ആ ഒരു ക്രൈം സാധനമാണ് ചെയ്തത്. ആക്ച്വലി ഒരു മിസ്റ്ററി സാധനമായിരുന്നു എൻ്റെ ഒരു സബ്ജക്റ്റ്, ഒരു ക്ലബ് ഹൗസ് എന്നൊരു സ്റ്റോറി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതുവരെയും ഉണ്ടായിരുന്നൊരു ഫാൻ ബേസും അതുപോലെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ഫാൻ ബേസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടുണ്ട് നാട്ടുകാരിൽ നിന്ന് ബാക്കിയുള്ളവരിൽ നിന്ന്. അതിൽ നിന്ന് മാറിയിട്ട് അവൻ വേറൊരു ലെവലിലേക്ക് മാറി എന്നുള്ള ഒരു സാധനം എനിക്ക് പുറത്തുനിന്ന് കിട്ടാൻ തുടങ്ങി. സോ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അതിനെക്കാട്ടിയും ബെറ്റർ ഒരു സാധനം ഇതിൽ നിന്ന് കിട്ടി. ഞാൻ ഇതുവരെ ചെയ്ത ഒരു 8-9 പ്രോജക്റ്റിനെക്കാട്ടിയും ഒരു വൈഡ് റേഞ്ച് ഓഫ് പബ്ലിസിറ്റി എനിക്ക് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് കിട്ടി. ന്യൂസിൽ വരുന്നു, ബാക്കിയുള്ളൊരു ചർച്ച ചെയ്യുന്നു, എന്നെ വിളിച്ച് സംസാരിക്കുന്നു. അതുവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്തും എനിക്ക് സസ്പെൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു എൻട്രിക്ക് എളുപ്പമാണ്. എന്നെക്കൊണ്ട് സാധിക്കുന്നതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റിസ്ക്കാണ് ആ ടൈമിൽ എടുത്തത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നതും ഈ പറയുമ്പോൾ അങ്ങനത്തെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവീസാണ്. ഡിറ്റക്റ്റീവ് അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഫൈനലി 5-ാം പാതിര, ധ്രുവങ്ങൾ 16 അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് കൂടുതലും താല്പര്യം. അപ്പോൾ അതുപോലെ ഒരു സിനിമയാണ് ഞാൻ എൻ്റെതും കാണണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അനിൽ ആൻഡോ, ഫിസിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കാണ് ഉള്ളത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് റോളുകളാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ്ലി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അതായത് ഒന്ന് മാറ്റം വേണോ, വേറൊരു റോൾ ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ? വീണ്ടും ഇതിൽ തന്നെ വന്നപ്പോഴും ഒരു പോലീസ് റോൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടത്? ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും.
പക്ഷേ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ചേരും. ഇപ്പോൾ അനിൽ ആൻ്റോ എന്നുള്ളൊരു ആക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു നടനാണെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാറുകൾക്ക് വേണ്ടി പലതരം കഥാപാത്രങ്ങൾ എഴുതാനും കഥകൾ എഴുതാനും ഇവിടെ റൈറ്റേഴ്സ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൻ്റെ ഈ സ്റ്റേജിൽ എനിക്ക് ഒരു ചോയ്സ് ഇല്ല. കാരണം ഞാനിപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. എന്നെ അടുത്തറിയാവുന്ന ഒരു സർക്കിളിനുള്ളിലുള്ള ആളുകൾ മാത്രമേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ തിരിച്ചറിയുന്നുള്ളൂ. ഒരു കോമൺ ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു വൈഡ് ഓഡിയൻസ് ഒന്നും എന്നെ തിരിച്ചറിയാറായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം ഞാൻ ഉപയോഗിക്കുകയാണ്. നേരത്തെ ചോദിച്ചതുപോലെ ഞാനിപ്പോൾ അടുത്ത് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചു, നീ പോലീസ് മാത്രമായി മാറുമോ? ഫീച്ചേഴ്സ് ഒരു ഫോഴ്സിലുള്ള ആളുടെ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മാവൻ പോലീസിലായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആർമിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ അത്ലറ്റിക് ആയിരുന്നു ഞാൻ ചെറുപ്പത്തിലെ. പോലീസ് വേഷങ്ങൾ എനിക്കെന്നും ഭയങ്കര ഹരമായിരുന്നു. കാരണം ഞാൻ ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് തന്നെ പല ഓഡീഷനുകളിൽ നമ്മൾ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഞാൻ പോലീസ് ക്യാരക്ടേഴ്സാണ് ചെയ്യാറ്. അതൊക്കെ വളരെ ഇമ്പ്രസീവായിരുന്നു, എന്നെ സെലക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഈ 2-3 സിനിമകളിൽ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പോലീസ് നായകവേഷം ചെയ്യുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഈ സിനിമ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഓരോ ദിവസവും ഞാൻ അഭിജിത്തിനറിയാം, ഞാൻ ചില മേജർ സീനുകൾ എടുക്കുന്നതിൻ്റെ തലേദിവസം രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ രാത്രികളിൽ എനിക്ക് ഉറക്കം വരില്ല. അത്ര പ്രശ്നമാണ് എനിക്ക്. ഈ കാരണം സീന് ഈ സ്ക്രിപ്റ്റിലൂടെ പോകും, സീന് ഡയലോഗ്സിലൂടെ പോവുക, അതൊക്കെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. എസ്പെഷ്യലി പോലീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ലാർജർ ദാൻ നോർമൽ ലൈഫ് എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതിനകത്ത്. വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും പോലീസ് വന്ന് ഞാൻ ചെയ്യും. കാരണം ഞാൻ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതും ഒന്നൊരു ഫോറസ്റ്റ് ക്യാരക്ടറുണ്ട്, ഒരു പോലീസ് ക്യാരക്ടറുണ്ട്, ഫോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല നടന്മാരും പോലീസ് വേഷങ്ങൾ എത്ര ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നാത്ത ചില നടന്മാർ നമ്മളുടെ മലയാളത്തിലും തമിഴിലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രകാശ് രാജിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. പ്രകാശ് രാജ് വളരെ മനോഹരമായിട്ട് ഒരേ ടൈപ്പ് കഥാപാത്രം ചെയ്താലും അദ്ദേഹം ചെറിയ ചെറിയ ഡിഫറൻസ് അതിലൊക്കെ വരുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിന് തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ കിട്ടുന്ന കഥാപാത്രങ്ങൾ ഒരേ പ്രൊഫൈലാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു തീരുമാനം. ആദ്യമായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആറാട്ട് മൂവിയിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് മൂവീസിൽ വർക്ക് ചെയ്തിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ജേർണി? എങ്ങനെ? പറഞ്ഞ പോലെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ആദ്യം സീരിയൽസ് ചെയ്തിരുന്നു, പിന്നെ മൂവീസ് ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ചിത്രക്കുഴൽ എന്ന് പറയുന്നൊരു ചിൽഡ്രൻസ് ഫിലിമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ മൂവീസും അങ്ങനെയൊക്കെ ചെയ്താണ് വന്നത്. റീസെൻ്റ്ലി ഞാൻ ചെയ്തതാണ് ആറാട്ട്, വാശി എന്നീ മൂവീസ്. അതിനു മുന്നേ ഞാൻ നായികയായിട്ട് ചെയ്തിട്ടുള്ളത് ഈ സൂത്രക്കാരൻ, അതുപോലെ തിമിരം എന്ന് പറയുന്ന മൂവീസായിരുന്നു. ജേർണി ഇപ്പോൾ നോക്കുമ്പോൾ ഇറ്റ്സ് ഫ്രൂട്ട്ഫുൾ, ഇറ്റ്സ് നൈസ്. എക്സ്പീരിയൻസസ് ആണെങ്കിലും ഓരോ സെറ്റും ഡിഫറെൻ്റ് ആണ്. ഒന്ന് പോലെ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. സോ ഇറ്റ് വാസ് ഓൾ ആൻ എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് നൈസ്. അതുപോലെ തമിഴ് മൂവീസിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിൽ ഞാൻ സിഗൈ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് ഇൻഡസ്ട്രീസും ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടൊക്കെ ഉള്ളത്? കംഫർട്ട് പറയുമ്പോൾ തമിഴാണ്. കംഫർട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അമ്യൂണിറ്റീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ തമിഴ് ഒബ്വിയസ്ലി. മലയാളത്തിൽ ഇനി സിനിമകൾ കിട്ടണം കേട്ടോ. അല്ല, എന്നാലും കമ്പയർ ചെയ്ത് പറയാൻ പറഞ്ഞോട്ട് പറഞ്ഞതാ. അമ്യൂണിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ചെയ്യുമ്പോൾ സന്തോഷവും ഒരു സന്തോഷം ഇതൊക്കെ അത് മലയാളത്തിലല്ലേ കിട്ടും. ശരിക്കും പറഞ്ഞാൽ തമിഴ് അറിയില്ല, അതുകൊണ്ടാണ് നമ്മുടെ ലാംഗ്വേജ് ചെയ്യുമ്പോൾ കംഫർട്ട്. തമിഴ് അറിയാം. നല്ല പേസ് നിങ്ങളും പേസുവീங்களா? கொஞ்சம் നല്ലവേ പേസ്. എന്തോ മൂവിയുടെ പേര് കുരുക്ക്. അപ്പോൾ ഈ ലൊക്കേഷനിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത കുരുക്കുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നെ നോക്കണേ അത് പറഞ്ഞു ചോദിച്ചത്. നിങ്ങളായിരുന്നു ഈ കുരുക്കൊക്കെ കുരുക്കിനെല്ലാം കൂടെ നിന്നത്, കുരുക്കൊക്കെ കഴിച്ചത്. അതെ. അപ്പം സിനിമയിൽ കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് ടോട്ടലി സിനിമ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുരുക്കുണ്ട്. ഇപ്പോഴും കുരുക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഈ റിലീസിൻ്റെ കാര്യം ബാക്കിയെല്ലാം ഓരോന്നിനും ഓരോ ടൈമിൽ ബ്ലോക്ക് ഉണ്ട്. അതെൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു ഈ കുരുക്കെന്ന പേരിടണ്ടായിരുന്നു എന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട്. കാര്യം
അതൊരു രസമുള്ള പേരല്ല, അത് ചിലപ്പം ഭാഗ്യം ചിലപ്പം എങ്ങനെ വരുമെന്ന് അറിയില്ല. അതൊക്കെ അത് ആ പേരിൽ തന്നെ ഉണ്ട് ഒരു കുരുക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതി പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കുരുങ്ങി കിടന്നിട്ടുണ്ട് പടം. അപ്പോൾ ആ കുരുക്ക് പക്ഷേ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മളത് കവർ ചെയ്ത് പോകുമായിരുന്നു. അതിപ്പോൾ എല്ലാ സിനിമയ്ക്കും ഉള്ളതാണ്. നമ്മൾ ഈ പേരുള്ളതുകൊണ്ട് നമ്മളെ പേരിനെ ഫോക്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ലൊക്കേഷൻ്റെ അകത്തെന്ന് പറയുമ്പോൾ എല്ലാ സിനിമ ലൊക്കേഷനും നടക്കുന്ന പോലെ ചീറ്റലും പൊട്ടലും ഒക്കെ എല്ലാ രീതിയിലും ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഈ സാധാരണ വരുമ്പോൾ ഒരു ലൊക്കേഷൻ അവൈലബിൾ അല്ലാതിരിക്കുക, ആ സമയത്ത് നമ്മൾ വേറെ ഷൂട്ടിലേക്ക് പ്ലാൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ പറഞ്ഞ ഡേറ്റിലും കാര്യങ്ങളിലൊക്കെ വന്നു. അവരെ ഞാൻ പല സമയങ്ങളിലും പോസ്റ്റാക്കി എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്കുള്ളൂ. ഈ പറയും പോലെ 2-3 ദിവസം ഷൂട്ട് ചെയ്യാനായിട്ട് 7 ദിവസം പിടിച്ചിരുത്തുക, മനസ്സിലായല്ലേ? അപ്പം അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ മൂവിയിലേക്ക് വരുന്നതിന് മുന്നേ സീരിയലാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സീരിയലിൽ നിന്നും ഒരു മൂവിയിലേക്ക് വന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആക്ടിങ്ങിൽ വരുത്തിയത്? അത് സീരിയലുള്ളതും സിനിമയിലുള്ള ഒരു മെത്തേഡ് ഓഫ് ആക്ടിങ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലായി. ഞാൻ സീരിയലിൽ ആദ്യം ഒരു വൈദ്യൻ്റെ മകനായിട്ടും പിന്നീട് അതൊരു പോലീസ് ക്യാരക്ടർ ആവുകയും ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ സീരിയൽ ഷൂട്ടെല്ലാം കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ഈ ഒരു ഓഫർ വരുന്നത്. അപ്പോൾ ഇതിലും ത്രൂ ഔട്ട് പോലീസ് ക്യാരക്ടറാണ്. പക്ഷേ എന്നാൽ തന്നെയും ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പേഴ്സണാലിറ്റിയൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. മുന്നേ മിനി സ്ക്രീനിൽ ചെയ്ത ക്യാരക്ടറിനേക്കാൾ വെച്ച് കമ്പയർ ചെയ്താൽ സിനിമയിലുള്ള ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റി എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ മെത്തേഡ് ഓഫ് ആക്ടിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുന്നേ വരെ സീരിയലിലെ ക്യാരക്ടർ ഫിനിഷ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് മന്ത് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഭിജിത് ബ്രോ ആണെങ്കിലും അനിലേട്ടനാണെങ്കിലും. ഞാൻ ലൊക്കേഷനിൽ പോയി ആക്ച്വലി പുള്ളിയെ കാണുന്നത് തന്നെ നമ്മുടെ ഈ സബ്ജക്റ്റ് സംസാരിക്കാൻ. സ്കെഡ്യൂൾ ഷൂട്ട് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഡിസൈനർ അവിടെ സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം റെഫർ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ലൊക്കേഷന് വന്ന് കാണുന്നതും ഈ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ പിന്നീട് നെക്സ്റ്റ് മന്ത് ഈ സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് സ്ക്രിപ്റ്റ് എല്ലാം നേരത്തെ തന്നെ തന്നിരുന്നു. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഇതെല്ലാം വായിച്ച് കഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ എന്തുകൊണ്ടും ഒരു പോലീസ് ക്യാരക്ടർ തന്നെ ആയതുകൊണ്ട് അത് മിനി സ്ക്രീനിൽ ചെയ്ത പോലെയല്ല, കുറച്ച് വ്യത്യസ്തത വരുത്തി ചെയ്യണം എന്നുള്ളത് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്തു. പിന്നെ അത് കൂടാതെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അനിൽ ഏട്ടൻ ഒരുമിച്ചുണ്ടായി. ത്രൂ ഔട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സീൻസ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരികയും ഈവൻ അഭിജിത് ബ്രോ ആണെങ്കിലും സീൻസിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരാനും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് ഓഫ് ആക്ടിങ് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് വരുത്താനും ഒക്കെ കുറച്ചൊരു എക്സ്ട്രാ കെയർ എടുക്കുകയും പിന്നെ ഇവർ കൂടെ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതൊരു പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ മാക്സിമം ഈ ക്യാരക്ടറിന് ജസ്റ്റിഫൈ ചെയ്യാനുള്ളത് എൻ്റെ ഭാഗത്തുനിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ അറിയാമല്ലേ അതെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പോകുന്ന സമയത്ത് ഈ പുതിയ ആൾക്കാരാണല്ലോ കൂടുതലുള്ളത്. അതായത് പ്രേക്ഷകരുടെ ഇടയിലും അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്കറിയുന്ന ആർട്ടിസ്റ്റുകൾ നമ്മുടെ അതിൻ്റെ അകത്തില്ല. സിനിമയെന്ന് പറയാം. ഞങ്ങൾ ചെങ്കൽച്ചൂളൊരു സിനിമയുടെ ഷൂട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. ഫൈറ്റ് സീക്വൻസിന് നമ്മുടെ അനിലേട്ടനുണ്ട്, ബാക്കി എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഞാൻ ഒരു സമയം നോക്കിയപ്പോൾ ഭയങ്കര ഒരു ക്രൗഡും ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ശ്രീത്തിനെ പൊതിഞ്ഞേക്കും അവിടുത്തെ ആൻറ്റിമാരും ചേച്ചിമാരും ബാക്കിയെല്ലാം ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ഭയങ്കര ഒരു ഫാൻ ബേസ് ഉണ്ട്. ആക്ച്വലി അവർ കണ്ടിട്ട് ആ ഫേസ് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയിരിപ്പുണ്ട്. അപ്പം അത് പെട്ടെന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അവിടെ പോയ സമയത്ത് ബാക്കിയൊരിടത്ത് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ടോട്ടലി നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ ആയിട്ടുള്ള സ്പേസസിലാണ് ചെയ്യുന്നത്, ഒരു ബിൽഡിങ്ങിനകത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ പോലീസ് സീക്വൻസ് ആണല്ലോ. ഇതായിരുന്നു ഔട്ട്ഡോർ വരുന്നത്. ഔട്ട്ഡോർ വന്ന സമയത്ത് അനിലേട്ടനൊക്കെ സൈഡായി പോകുന്ന രീതിയിൽ ശ്രീത്തിൻ്റെ ഒരു ഫാൻ ബേസാണ്. ശ്രീത്ത് അപ്പോൾ ആ രീതിയിലായിരുന്നു. ഞാൻ എപ്പോഴും സൈഡാണ്. ഷൂട്ടായപ്പോൾ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതെ, അത് ഞാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. നമ്മൾ പുറത്ത് വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഈ ഷൂട്ടിന് ട്രിവാൻഡ്രം, സീരിയലിൻ്റെ ഷൂട്ടാണെങ്കിലും ഫുൾ നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയുടെ നമ്മുടെ ഷൂട്ടും ഫുൾ ട്രിവാൻഡ്രം തന്നെ. അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ നമ്മൾ ആൾക്കാരെ തിരിച്ചറിയുക, അതെല്ലാം ആ സീരിയലിൽ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റെക്കഗ്നീഷനാണ്. പക്ഷെ ഇനി അങ്ങോട്ട് ഈ കുരുക്കിൽ ചെയ്ത അനിൽ അനിരുദ്ധ് എന്ന് പറയുന്ന ക്യാരക്ടർ ആവട്ടെ ഇനി ആൾക്കാർ ഓർത്തിരിക്കണമെന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അങ്ങനെ വരട്ടെ. ബാക്കി 3 പേര് ഇവിടെ സംസാരിച്ചപ്പോൾ പറയണ്ടായി ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഉള്ളത് അനിലേട്ടനാണെന്ന്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? എത്ര വർഷം ഈ ഒരു ആക്ടിങ് ഫീൽഡിൽ വന്നിട്ടെന്നൊക്കെ?
സത്യം പറഞ്ഞ 19 വർഷമായി. അല്ല, ആക്ച്വലി നമ്മുടെ സിനിമയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആക്ടർ ഞാനല്ല. പക്ഷേ ഞങ്ങളുടെ ആ ഒരു കോർ ടീമിൽ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ചെയ്ത ആക്ടേഴ്സിനിടയിൽ ചെറുപ്പക്കാരിൽ സീനിയർ ഞാനാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയായിരുന്നു. കാരണം 1999 IV ശശി സാറിൻ്റെ വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മഹേഷ് മിത്ര എന്നെ സെലക്ട് ചെയ്യുകയും സ്ക്രിപ്റ്റൊക്കെ തന്ന് തൃശ്ശൂർ പേൾ റീജൻസി ഹോട്ടലിൽ ഒരാഴ്ചയിലത്തെ ക്യാമ്പൊക്കെ നടത്തി. പിന്നെ ആ സിനിമ നടന്നില്ല. അപ്പോൾ ആക്ച്വലി ഇത് 26th ഇയറാണ് എൻ്റെ ജേണി തുടങ്ങിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നത് രാവണപ്രഭു എന്നുള്ള സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ മാനേജർ വിളിച്ചതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കേണ്ടി വന്നു. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 7 ദിവസം ആ തകില് പുകില് കുരവ് കുഴൽ എന്നുള്ള പാട്ടിൽ ആ 100 കണക്കിന് ആളുകളിൽ ഒരാളായിട്ട് അഭിനയിച്ച്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 7 ദിവസം ആ പൊള്ളാച്ചി ഡാമിനകത്ത് സെറ്റിട്ടിരിക്കുന്ന ഉത്സവത്തിൻ്റെ സെറ്റിട്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ അവിടെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാവിമുണ്ടും തോർത്തുമുണ്ടും മാത്രമാണ് നമുക്ക് തരുന്നത്. കാരണം ഉത്സവത്തിന് നിൽക്കുന്ന ആളുകളായിട്ടാണ്. ഏകദേശം ഒരു 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് തുടങ്ങി, സൺബേൺ കാരണം. 7 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ എന്നെ കണ്ട പക്ഷേ അമ്മ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. കാരണം ഈ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്തിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ്. പിന്നെ വിനോദയാത്രയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്ന് അതൊരു രസകരമായൊരു ഓർമ്മയാണ്. കാരണം വിനോദയാത്രയിൽ സത്യനന്ദിക്കാട് സാറിൻ്റെ അസോസിയേറ്റായിട്ട് ശ്രീബാലയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പാലക്കാട് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റലിലാണ് ലൊക്കേഷൻ. അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു 10-25 പേർക്ക് പോലീസ് യൂണിഫോം തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോലീസ് വേഷം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കരുതി പോലീസ് യൂണിഫോമൊക്കെ കിട്ടി, അതൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മീര യാസ്മിനും മുരളിച്ചേട്ടനെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കോറിഡോറിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു സീനാണ് എടുക്കേണ്ടത്. ഒരു പാട്ടിൻ്റെ കട്ടാണ്. ഫൈനലി ലൈറ്റപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തൻ്റെ നെയിം ബോർഡ് അവിടെ പോയി തന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. എനിക്ക് സങ്കടം വന്നിട്ടേ, കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അത് ഞാനല്ലല്ലോ, അവർ തന്നപ്പോൾ ഉണ്ടായിരുന്നില്ല, താൻ മാറിയത് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അപ്പോൾ ഞാൻ അപ്പുറത്തൊരു മാവിൻ്റെ കടയ്ക്ക് ഇങ്ങനെ നിന്ന് എനിക്ക് കരച്ചിലിൻ്റെ വക്കിൽ എൻ്റെ മുഖം നിൽക്കണം കേട്ടോ. എൻ്റെ മുഖം കണ്ടിട്ടാന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, മാഡം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്, അമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഷോട്ടിൽ നിർത്താൻ പറഞ്ഞു. മാറിയിരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ഷോട്ടിന് മുമ്പ് എന്നെ വിളിച്ചു. എന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ കൊളാപ്സ് ഗ്രില്ലിൻ്റെ അവിടെ എന്നെ നിർത്തി. അപ്പോൾ നോക്കത്താ ദൂരത്ത് കൈയെത്തണം, അങ്ങനെ ഒരു പാട്ടില്ലേ വിനോദയാത്രയിൽ, ആ കണ്ണെത്താ ദൂരത്ത് കൈയെത്തണം, ആ പാട്ട്. അപ്പോൾ ആ സോങ്ങിൽ മീര ജാസ്മിൻ അകത്തുനിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ആ കൊളാപ്സ് ഗ്രില്ലിൻ്റെ അവിടെ നിൽക്കുന്നതാണ് ആ ഷോട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ മീര ജാസ്മിൻ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ സൈഡിലാണ് വന്ന് നിൽക്കണത്. അപ്പോൾ ചിത്രഗീതം ഉണ്ടെന്ന്. ചിത്രഗീതത്തിൽ ഈ പാട്ട് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പള്ളിയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, പള്ളിയിലെ അച്ഛൻ വരെ പറഞ്ഞു, അല്ല മീര യാസ്മിൻ്റെ കൂടെ അഭിനയിച്ചില്ല, സിനിമ വരുമ്പോൾ കാണണം. സിനിമ റിലീസാകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയി, കാരണം എനിക്കറിയാം ആകെ ഒരു ഷോട്ടിലുള്ളൂ എന്ന്. അതായിരുന്നില്ല. അത് കഴിഞ്ഞ് സിനിമ കണ്ട ഫ്രണ്ട്സിനോട് പറയണം, നിനക്ക് നിർത്തിക്കൂടെ ഈ പരിപാടി. അത് 2005 പിന്നീടാണ് നിയോ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതും സെക്കൻഡ് ഷോ ഇമ്മാനുവൽ അങ്ങനെ സിനിമകൾ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ഈ പോസ്റ്റർ അല്ലേ ഇപ്പോൾ പുതിയ പോസ്റ്റർ ഇട്ടപ്പോൾ ഞാനത് എൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഞാൻ ഇട്ടപ്പോൾ എഴുതിയിരുന്നതാണ്, 26 വർഷങ്ങളായുള്ള സിനിമ നടനാകാനുള്ള സ്വപ്നങ്ങളുടെ ശ്രമങ്ങൾക്ക് ഒരു പുതിയ മുഖം എന്നാണ് ഞാൻ ഇട്ടിരുന്നത്. ഇപ്പോൾ തന്നെ 26th ഇയറാണ്. അപ്പോൾ അത് ഭയങ്കര ഹാർഡ് ജേണിയാണ്. പലപ്പോഴും നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് വരും, ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, എനിക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവും. പിന്നെ വീണ്ടും സിനിമയല്ല, ഇത് തന്നെ അഡിക്ഷനാണ്. വീണ്ടും ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ കൂടെ സെക്കൻഡ് ഷോയിലൊക്കെ അഭിനയിച്ച സണ്ണി വെയിൻ്റെയോ ടൊവിനോടെയോ ദുൽഖറിൻ്റെയോ ഒക്കെ പടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഞാനും അതല്ലേ ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇവിടെ കുരുക്കിലെത്തി നിൽക്കുന്നു. സോ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, വണ്ടർഫുൾ ഗ്രേറ്റ് ജേണി, ആൻഡ് ഐ ഹോപ്പ് I can continue the journey. ഷൈം ടോം ചാക്കോന്റെ ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നല്ലൊരു ഫേസ് കട്ടുണ്ട്. അല്ല, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? കുട്ടിക്ക് എന്താ തോന്നുന്നത്? ഉണ്ട്. ഓ ശരി, എൻ്റെ ദൈവം. അല്ല, അത് പലരും പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികം. ഞാൻ ചിലപ്പോൾ അങ്ങനൊരു പലരും നേരിട്ട് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്നുള്ള സിനിമയിൽ എൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കി. ഞാൻ അതിൽ ഷറഫുദ്ദീൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടറാണ് ചെയ്തത്. അതിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കി കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റർ കണ്ടിട്ട് പലരും ഷൈനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഷൈൻ്റെ ഒരു സിനിമ കണ്ടിട്ട് എന്നെ കണ്ണൂരുള്ളൊരു ഡോക്ടർ എന്നെ വിളിച്ചു, നന്നായിട്ടുണ്ട് കേട്ടോ, ഏതോ വാശിയോ അങ്ങനെ ഏതോ പടം കണ്ടിട്ടോ, നന്നായിട്ടുണ്ട് കേട്ടോ, പെർഫോമൻസൊക്കെ വളരെ നന്നായി, ഞാൻ ഇന്ന് പടം കണ്ട് ഇറങ്ങിയുള്ളൂ. ഞാൻ ഇന്ന് എൻ്റെ പടം ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ ചേട്ടാ, റിലീസ് ചെയ്തിട്ടില്ലല്ലോ. അല്ല, അത് ആ പടത്തിന് വാശി അല്ലല്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ചേട്ടാ എന്ന് പറഞ്ഞു. പലരും ചോദിക്കാറുണ്ട്. ഞാനത് ബ്രേക്ക് ചെയ്യാനെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാനൊരു ആ ഒരു ഐഡൻറ്റിറ്റി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ വേറെയാണ്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്റ്റൈൽ വേറെയാണ്. നമ്മൾ തുടക്കകാലത്തൊക്കെ നടൻ സിദ്ദിഖൊക്കെ അഭിനയിക്കുമ്പോൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, മമ്മൂക്കയുടെ ഒരു സ്റ്റൈലാണ്, മമ്മൂക്കയുടെ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളതുകൊണ്ടായിരിക്കും ആളുകൾ ചോദിക്കുന്നതിൽ സന്തോഷം. കാരണം ചിലപ്പോൾ എനിക്കൊരു സെക്കൻഡ് ലുക്ക് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ അത് ഇനീഷ്യലി ഹെൽപ്പ് ചെയ്യുമായിരിക്കും. എവിടെയോ കണ്ടുപോലെ ഒരു മുഖം അല്ലെങ്കിൽ അയാളെ പോലെ ഉണ്ടല്ലോ എന്നുള്ളൊരു സെക്കൻഡ് ലുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ എൻ്റെ പെർഫോമൻസിലൂടെ ആളുകൾ എന്നെ തിരിച്ചറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ശ്രമവും. അപ്പോൾ നമ്മുടെ മൂവി ജൂലൈ 5-ന് റിലീസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് മൂവിയെ പറ്റി? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ മുൻവിധികളില്ലാതെ തിയേറ്ററിൽ ഒന്ന് കാണാം. കാരണം അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള മുഖങ്ങളൊന്നും ഈ പോസ്റ്ററിലോ ട്രെയിലറിലോ ഒന്നും അവർക്ക് കാണാനില്ല. കാരണം ഞങ്ങളെല്ലാവരും താരതമ്യേന പുതിയ ആളുകളാണ്. പക്ഷേ അവർക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റും ഉണ്ട്, ക്രാഫ്റ്റും ഉണ്ട്, പെർഫോമൻസും ഉണ്ട്. അല്ലേ സാറേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് മുൻവിധികളില്ലാതെ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. കാരണം ഈ സിനിമ ഈ പുതുമുഖങ്ങളെ വെച്ചുള്ള സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർമാരെ കൊണ്ട് വലിയൊരു കൺസേൺ ഉണ്ട്. കാരണം ഈ സിനിമയിൽ ഞങ്ങൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒബ്വിയസ്ലി വി വിൽ ഗെറ്റ് അനദർ മൂവി. അഭിജിത്തിന് ഈ സിനിമ ക്രാഫ്റ്റ് നല്ലതാണെങ്കിൽ എബോവ് ആവറേജ് എന്ന് തോന്നിയാൽ പോലും അടുത്ത സിനിമ കിട്ടും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പ്രൊഡ്യൂസറെ കിട്ടും. പക്ഷേ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു ഗെറ്റ് ബാക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് അദ്ദേഹത്തോടുള്ള വലിയൊരു ഇൻഡസ്ട്രി നിലനിൽക്കുന്ന പ്രൊഡ്യൂസർമാർ ഉണ്ടെങ്കിലേ നിലനിൽക്കൂ. അപ്പോൾ അവർക്ക് തുടർച്ചയായിട്ട് പടങ്ങൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് പൈസ തിരിച്ചു കിട്ടണം. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക. പടം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് റെഫർ ചെയ്യുക. കാരണം റെഫറൽ ഓഡിയൻസാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർസ് ഉള്ളൊരു പടത്തിന് ഒരു ഇനീഷ്യൽ പുള്ളുണ്ടാവും. ഫസ്റ്റ് ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ ഒരു ലാർജ് റിലീസാണ്, 1000 തിയേറ്ററുകളിലൊക്കെയാണ് ഇപ്പോൾ പല സ്റ്റാറുകളിൽ പടം റിലീസ് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു പിടിക്കും. പക്ഷെ നമ്മുടെ സിനിമ ഇതുപോലെ പുതിയ ആളുകളുടെ സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം കണ്ട് രണ്ടാമത്തെ ദിവസം കണ്ട ഓഡിയൻസിൻ്റെ റിവ്യൂവും ഇതുപോലെയുള്ള വ്ളോഗേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് റെഫറൽ ഓഡിയൻസ് വന്നാലേ നമ്മുടെ സിനിമയ്ക്ക് ആ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് വർത്താണ് നമ്മുടെ സിനിമ എന്നാണ് ഞങ്ങളുടെയും വിശ്വാസം. ഇതുവരെ ഈ സിനിമ കണ്ടിട്ടുള്ള പലരുടെയും അഭിപ്രായം അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കുക, ഞങ്ങളുടെ പ്രൊഡ്യൂസറെ സേഫാക്കുക. അതുതന്നെ ഇപ്പോൾ മല്ലേട്ടനെ പോലെ തന്നെ സിനിമയിലേക്ക് അവസരം തേടി നടക്കുന്ന ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അവർക്കും കൂടെ അവരുടെ ഒരു പ്രൊഡ്യൂസറിനെ, അവരുടെ ഒരു ഡയറക്ടറിനെ കൺവിൻസ് ചെയ്ത് അവർക്കും വച്ചിട്ടും സിനിമ എടുക്കാം. സിനിമയുടെ താരമല്ല, സബ്ജക്റ്റാണ് പ്രാധാന്യം. സബ്ജക്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ താരങ്ങളെക്കാൾ മുകളിൽ സിനിമ നിൽക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം കൂടെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലും കൂടെ സിനിമയെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറും. അപ്പം അതും ഇതിൻ്റെ കൂടെ നടക്കാവുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ, ഇപ്പോൾ എന്നെ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ 2-3 ഡയറക്ടേഴ്സ് അവർ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സോട് സംസാരിക്കുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഒബ്വിയസ്ലി ഞാനൊരു പ്രൊഡ്യൂസറാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എന്താണ് ഗ്യാരണ്ടി എന്ന് നോക്കും. അപ്പോൾ അത് തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ആക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സിനിമ ചെയ്യും. പക്ഷേ നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം, നമ്മുടെ സിനിമ കണ്ടിട്ട് തന്നെ സിനിമ വളരെ നന്നായിട്ടുണ്ട്, അനിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, അഭിജിത്ത് നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന അതേ സിനിമാ പ്രവർത്തകർ തന്നെയാണ് പറയുന്നത് കേട്ടോ. അതേ ആളുകൾ തന്നെ അടുത്ത ഡയലോഗ്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ബിസിനസ് ആയേനെ, ഒരു സ്റ്റാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് തിയേറ്റർ കിട്ടിയേനെ. അപ്പോൾ ആ കമൻറ്റ് പറഞ്ഞ അതേ ആളുകളുടെ തിയേറ്ററുകളിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ റിലീസ് ചെയ്ത സ്റ്റാർ പടങ്ങൾ താഴെ 2nd ഡേയും 3rd ഡേയും താഴെ വീണു. അവരാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സിനിമയുടെ ഒരു വിജയത്തിൻ്റെ ബേസ്? ഒരു കണ്ടൻറ്റ് തന്നെയാണ്. കണ്ടൻറ്റും ക്രാഫ്റ്റും. സത്യം പറഞ്ഞാൽ ആ ഒരു വാക്ക് പറയുന്ന സമയത്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. കാര്യം താരമില്ലാതെ തന്നെ അവർക്ക് ആ സിനിമ എൻഗേജിങ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ താരം വന്നിരുന്നെങ്കിൽ അതിൽ ബിസിനസ് സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പം നോർമലി സിനിമ വിജയിച്ചുകൊണ്ടാണല്ലോ താരം വന്നാൽ കൊള്ളാവുന്നത്. ഇപ്പോൾ ഒരു കൊള്ളാത്തൊരു പടം, വളരെ മോശമായിട്ടുള്ളൊരു പടം, അതിൽ ഇനി ആരഭിനയിച്ചാൽ എന്ത് എന്നുള്ള രീതിയിലേ വരുള്ളൂ. അപ്പോൾ അതല്ലല്ലോ നമ്മുടെ സിനിമ. അപ്പോൾ അവിടെ തന്നെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ ആൾക്കാരുടെ ചിന്തയാണ് മാറേണ്ടത്. ആ ചിന്ത മാറുമെന്ന്
നമ്മൾ പ്രതീക്ഷിക്കും. പിന്നെ പല മീഡിയ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ചിലർ നമ്മളുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട് അനിലാൻഡോ അഭിനയിച്ച സിനിമയിൽ എങ്ങനെ ഏഷ്യാനെറ്റും അല്ലെങ്കിൽ മാതൃഭൂമിയും അല്ലെങ്കിൽ അതുപോലത്തെ എസ്റ്റാബ്ലിഷ്ഡ് മീഡിയകളെ ഞങ്ങൾ കൊണ്ടുവരും എന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. അത് വളരെ നമുക്ക് ഒരു തരത്തിലൊരു വളരെ ഡിമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കമൻ്റാണ് അതൊക്കെ. കാരണം നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരൊക്കെയല്ലേ. അപ്പോൾ അത് അവരങ്ങനെ റെസ്പെക്റ്റീവ് ഓഫ് സ്റ്റാർ കാസ്റ്റ് ഒരു സിനിമ വന്നാൽ ആ സിനിമ കൊള്ളാവുന്നൊരു സിനിമയാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ അണിയർ പ്രവർത്തകർ ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട്. ഒരു പുതിയ ഡയറക്ടർ, ഒരു പുതിയ പ്രൊഡ്യൂസർ, പുതിയ ആക്ടേഴ്സിനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അവരുടെയൊക്കെ ഒരു ഇതാവേണ്ടത്, സ്റ്റാൻഡ് ആവേണ്ടത്. അപ്പോൾ ഇതൊക്കെ മാറും. അപ്പോൾ ഇങ്ങനെ അഭിജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു പുതിയ ടീമിൻ്റെ സിനിമകൾ ഇത് മുമ്പ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുണ്ടായിട്ടുണ്ട്. പുതുമുഖങ്ങൾ വെച്ച് പുതിയ സംവിധായകർ ചെയ്ത പടങ്ങൾ ഹിറ്റായിട്ടുണ്ട്. അതുപോലെ ഇനി പുതിയ ആളുകൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാനും വളരെ ആത്മവിശ്വാസത്തോടു കൂടെ പുതിയ ആക്ടേഴ്സിനെയും വെച്ച് പുതിയ സംവിധായകർക്ക് സിനിമ അവരുടെ പ്രൊജക്റ്റുകൾ പിച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനും കൂടി ഇത്തരം സിനിമകൾ വിജയിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ മൂവി കുരുക്ക് ജൂലൈ 5 റിലീസ് ആവുകയാണ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.